जय गोपी जन वल्लभा, जय गिरिवरधारी, जय राधा माधव, जय कुंज बिहारी। जय गोपी जन वल्लभा, जय गिरिवरधारी, यशोतनंदन व्रज जनरंजन, यशोतनंदन व्रज जनरंजन, यमुना तीरा वनचारी। जय राधा माधव, जय कुंज बिहारी। हरे कृष्णा, हरे कृष्णा, कृष्ण कृष्ण हरे हरे, हरे राम, हरे राम, राम राम, हरे हरे। हरे कृष्णा, हरे कृष्णा, कृष्ण कृष्ण हरे हरे, हरे राम, हरे राम, राम राम, हरे हरे। जय प्रभुपदा, जय प्रभुपदा, प्रभुपदा जय प्रभुपदा। जय गुरुदेवा, जय गुरुदेवा, गुरुदेवा जय गुरुदेव। नित्य गौर हरिबोल, हरिबोल, ഹരിബോൾ നിത്യായ ഗൗര ഹരിബോൾ. ഹരേ കൃഷ്ണ, ഞാൻ പറയുന്നത് കേൾക്കാൻ പറ്റുന്നുണ്ടോ? കേൾക്കാം പ്രഭു. ഹരേ കൃഷ്ണ, താങ്ക് യു. നമ്മൾ എല്ലാ ദിവസവും ചെയ്യുന്നത് പോലെ നമുക്ക് നിത്യം ഭാഗവത സേവയിൽ ഇന്ന് നമ്മൾ എന്താണോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, നമ്മൾ എന്താണോ ഇന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്, അത് ഭഗവാൻ നമ്മുടെ ഹൃദയകമലങ്ങളിലേക്ക് വരട്ടെ. ഇതിനു മുന്നേ ശ്ലോകങ്ങളിൽ പഠിച്ചതുപോലെ ഹൃദയകമലങ്ങളിലേക്ക് വരട്ടെ. എല്ലാ ഭക്തന്മാർക്കും എല്ലാ ഭക്തകൾക്കും അത് നല്ല രീതിയിൽ മനസ്സിലാക്കാനും ഇതിൽ നിന്ന് എന്തെങ്കിലും പഠിക്കുന്ന കാര്യങ്ങൾ നമുക്ക് ഇന്ന് ലൈഫിൽ ഇന്നും ഇനി അങ്ങോട്ടും ലൈഫിൽ പ്രാക്ടീസ് ചെയ്യാൻ പറ്റട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഗുരുവിൻ്റെയും വൈഷ്ണവരുടെയും കാരുണ്യത്തിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഒന്ന് രണ്ട് കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യാനായിട്ടുള്ളത്. അപ്ഡേറ്റ് അല്ല, നമുക്കിന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഈ ഭാഗവത ശ്ലോകവും പ്രഭുപാദിൻ്റെ പർപ്പട്ടും ട്രാൻസ്ലേഷനും നമ്മൾ ഏതെങ്കിലും ഭക്തന്മാരെ കുറിച്ച് ഡിസ്കസ് ചെയ്യണമെങ്കിൽ അതെല്ലാം ഞാൻ നമ്മുടെ എൻ്റെ ശിക്ഷാഗുരുവായിട്ട് ഉണ്ടായിരുന്ന എൻ്റെ ശിക്ഷാഗുരുക്കന്മാരിൽ ഒരു ശിക്ഷാഗുരുവായിരുന്ന നമ്മുടെ രാജേഷ് പ്രഭു ഈ ഇടയ്ക്ക് ശരീരോപേക്ഷയ്ക്കുണ്ടായി, 43 വയസ്സായിരുന്നു. അദ്ദേഹത്തിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ വൃന്ദാവനേശ്വരി മാതാജി ഇപ്പം സർജറി കഴിഞ്ഞു റിക്കവറായി വന്നുകൊണ്ടിരിക്കുകയാണ്. ആ മാതാജിക്ക് വേണ്ടിയും ഈ ക്ലാസ് ഡെഡിക്കേറ്റ് ചെയ്യുന്നു. സെയിം ടൈം നമുക്ക് ഇന്നലെ ആനസാര പ്രഭു മെസ്സേജ് ഇട്ട പോലെ സ്വയം സമ്പൂർണ്ണ പ്രഭുവിൻ്റെ ആണ് തോന്നുന്നു, ഞാൻ മറന്നുപോയി. അദ്ദേഹത്തിൻ്റെ വൈഫിൻ്റെ അമ്മയാണോ അച്ഛനാണെന്ന് ഞാൻ മറന്നുപോയി. ആത്മാവിന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ക്ലാസ് ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഹരേ കൃഷ്ണ. അപ്പം എല്ലാവരും 3 തവണ ഓം നമോ ഭഗവതേ വാസുദേവായ പറയാം. ഈ പറയുന്ന കാര്യം നമുക്ക് നല്ല രീതിയിൽ മനസ്സിലാവാനും നമ്മൾ കമലങ്ങളിൽ ഭഗവാൻ വരട്ടെ. നല്ല ഹമ്പിളായിട്ടും എന്താ പറയുക, പ്യുവറായിട്ടും സിൻസിയറായിട്ടും നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഭഗവാൻ നമ്മുടെ ഹൃദയത്തിൽ വരുമെന്നാണ് പറയുന്നത്. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ ഭഗവതേ വാസുദേവായ. വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരേ. നഷ്ടപ്രായേഷു അഭദ്രേഷു നിത്യം ഭാഗവതി സേവയാ ഭഗവതീരുത്തമശ്ലോകേ ഭക്തിർഭവതി നൈഷ്ഠികി. മൂകം കരോതി വാചാലം ഭംഗും ലംഘേതേ ഗിരിം യത്കൃപാദമഹം വന്ദേ ശ്രീഗുരും ദീനതാരിണം യത്കൃപാദമഹം വന്ദേ ശ്രീചൈതന്യമീശ്വരം യത്കൃപാദമഹം വന്ദേ ശ്രീഗുരും ദീനതാരിണം. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ
चक्षुन्मीलितं येन तस्मै श्रीगुरवे नमः श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूपकथा मह्यं ददाति स्वपदान्तिकं वन्देऽहं श्रीगुरुं श्रीयुतापदकमलं श्रीगुरुन् वैष्णवांश्च श्रीरूपं सागरजातं सगुणरघुनाथं तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं श्रीराधाकृष्णपादान् सगुणललिता श्रीविशाखानिधांश्च हे कृष्णा करुणा सिन्धु दीनबन्धो जगत्पदे गोपेश गोपिकान्त राधाकान्त नमोस्तुते सप्तकाञ्चन गौराङ्गी राधे वृन्दावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये वाञ्छाकल्पतरुभ्यश्च कृपा सिन्धुभ्येव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौरभक्तवृंद हरे कृष्ण 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 हरे 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 राम 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 हरे हरे ഹരേ കൃഷ്ണ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, ഇന്ന് വായിക്കുന്നത് ഭാഗവതം 3-ാമത്തെ അധ്യായം, കൃഷ്ണൻ സർവ അവതാരങ്ങളുടെയും സ്രോതസ്, 6-ാമത്തെ ശ്ലോകം. സ ഏവ പ്രഥമം ദേവഃ കൗമാരം സർഗമാശ്രിതഃ ചചാര ദുശ്ചര്യം ബ്രഹ്മചര്യമഖണ്ഡിതം. स एव प्रथमं देवः कौमारं सर्गमाश्रितः चचार दुश्चर्यं ब्रह्मचर्യമഖണ്ഡിതം. വേർഡ് ബൈ മീനിങ് വായിക്കാം. ശിലപ്രഭുപാദ് ജയ്. സ ആ ഏവ നിശ്ചയമായും പ്രഥമം ദേവഃ പരമപുരുഷൻ കൗമാരം കുമാരന്മാർ അവിവാഹിതർ സർഗം സൃഷ്ടി ആശ്രിതമായി വിധേയമായി ചചാര നിർവഹിച്ചു അനുഷ്ഠിച്ചു ദുശ്ചരം നിർവഹിക്കാൻ വളരെ പ്രയാസമേറിയ ബ്രഹ്മൻ പദവിയിലുള്ള ബ്രഹ്മചര്യം അഥവാ നിരപേക്ഷ സത്യത്തെ ബ്രഹ്മൻ വിധേയത്തോടെ സാക്ഷാത്കരിക്കുക. നിർവിഘ്നം. വിവർത്തനം. സൃഷ്ടിയുടെ ആരംഭത്തിൽ ബ്രഹ്മദേവന് 4 കുമാരന്മാർ അഥവാ അവിവാഹിതരാർ ഉണ്ടായിരുന്നു. അഖണ്ഡിതമായ ബ്രഹ്മചര്യവ്രതത്തിൽ ഉറച്ചു നിന്നിരുന്ന അവർ നിരപേക്ഷ സത്യസാക്ഷാത്കാരത്തിനായി കഠിനവ്രതങ്ങൾ അനുഷ്ഠിച്ചു. ഭാഗവതം ശിലപ്രഭുപാദ് കി ജയ്. നിശ്ചിത കാലയളവിൽ ഭൗതിക ലോക സൃഷ്ടി നിർവഹണവും സംരക്ഷണവും ഉന്മൂലനവും സംഭവിക്കുന്നു. ബ്രഹ്മദേവന്റെ സവിശേഷതയ്ക്കനുസരിച്ച് നിർവഹിക്കപ്പെടുന്ന സൃഷ്ടികൾക്ക് വ്യത്യസ്തമായ നാമങ്ങളുണ്ട്. മുകളിൽ പ്രസ്താവിച്ച കുമാരന്മാർ ഭൗതിക ലോകത്തിലെ സൃഷ്ടിയിലാണ് ആവിർഭവിച്ചത്. ശിക്ഷണപരമായ കഠിന ബ്രഹ്മചര്യവ്രതം അനുഷ്ഠിച്ചുകൊണ്ട് അവർ ബ്രഹ്മസാക്ഷാത്കാര പ്രക്രിയ അഭ്യസിച്ചു. ഈ കുമാരന്മാർ അധികാരപ്പെടുത്തപ്പെട്ട അവതാരങ്ങളാണ്. കഠിനവും ശിക്ഷണപരവുമായ ബ്രഹ്മചര്യവ്രതം അനുഷ്ഠിക്കുന്നതിന് മുമ്പ് അവരെല്ലാവരും യോഗ്യരായ ബ്രാഹ്മണരായിരുന്നു. ഒരാൾ ബ്രാഹ്മണ യോഗ്യത ജന്മത്താലല്ലാതെ കർമ്മം കൊണ്ടും ഗുണം കൊണ്ടും ആർജിക്കണമെന്നും അപ്രകാരമേ ബ്രഹ്മസാക്ഷാത്കാര പ്രക്രിയ ഒരാൾ അനുഷ്ഠിക്കാവൂ എന്നും ഈ ദൃഷ്ടാന്തം നിർദ്ദേശിക്കുന്നു. ശിലപ്രഭുപാദ് കി ജയ്. ഹരേ കൃഷ്ണ. നമോ വിഷ്ണുദായ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. ഒരു സംശയം, ഇന്ന് ശ്ലോകം 5 അല്ലേ? 6 എൻ്റെ അടുത്ത് പറഞ്ഞത് പ്രഭു. ഞാൻ 6 നോക്കിയത്. എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടോ? ഐശ്വര്യമാജി 6 തന്നെയാണോ? 5 പ്രഭു 5. അയ്യോ, ഞാൻ നോക്കിയതിൽ ചെറിയൊരു പ്രശ്നം വന്നല്ലോ മാജി. ഞാനിപ്പോ കുമാരന്മാരുടേതാണ് നോക്കിയത്. ഒരു കാര്യം ചെയ്യാം, ഞാൻ 5 വായിക്കാം മാജി. അതിന് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഞാനിപ്പോ 6 പറയാം, 5 കൂടെ ഞാൻ കവർ ചെയ്യാം. ഓക്കെ, മതി പ്രഭു, മതി. ഹരേ കൃഷ്ണ.
ശ്ലോകം 5. ഏതന്നനാവതരണം നിധാനം ബീജമവ്യയം യസ്യാം ശശേന സൃജന്തി ദേവതീര്യം നാരദയഃ. വേർഡ് ബൈ മീനിങ്. ഏതൽ ഈ രൂപം, നാനാ ബഹുവിധങ്ങളായ, അവതരണം അവതാരങ്ങളിൽ, നിധാനം ഉറവിടം, ബീജം അവ്യയം നശിപ്പിക്കാൻ, അസാധ്യമായ, യസ്യ ആരുടെ, അംശ പൂർണാംശങ്ങൾ, അംശേന പൂർണാംശങ്ങളുടെ അംഗങ്ങൾ, സൂജ്യന്തേ സൃഷ്ടിക്കുക, ദേവന്മാർ, തീര്യാങ് മൃഗങ്ങൾ, നര ആദയ നരന്മാരും മറ്റുള്ളവരും. വിവർത്തനം ശ്രീല പ്രഭുപാദ് കി ജയ്. പ്രപഞ്ചത്തിലെ ബഹുവിധ അവതാരങ്ങളുടെ അവ്യയബീജവും നിധാനവും ഉദ്ഭവകേന്ദ്രവും ഈ രൂപമാകുന്നു. ഈ രൂപത്തിന്റെ പൂർണാംശത്തിന്റെ അംശങ്ങളിൽ നിന്നും ദേവന്മാർ, മനുഷ്യർ തുടങ്ങിയ വ്യത്യസ്തങ്ങളായ ജീവാത്മാക്കൾ രൂപം കൊണ്ടു. ഭാവാർത്ഥം ശ്രീല പ്രഭുപാദ് കി ജയ്. പുരുഷ അവതാരം മഹത്തത്വത്തിൽ അസംഖ്യം പ്രപഞ്ചങ്ങൾ സൃഷ്ടിച്ച ശേഷം അവ ഓരോന്നിലും ഗർഭോദകശായി വിഷ്ണുവായി രണ്ടാം പുരുഷ അവതാരമായി പ്രവേശിച്ചു. തുടക്കത്തിൽ പ്രപഞ്ചത്തിൽ വിശ്രമിക്കാൻ പോലും സ്ഥലമില്ലാത്ത വിധം അന്ധകാരവും ശൂന്യതയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് ഗർഭോദകശായി വിഷ്ണു സ്വന്തം വിയർപ്പിനാൽ അർദ്ധപ്രപഞ്ചത്തെ നിറയ്ക്കുകയും ആ ജലത്തിൽ സ്വയം ശയിക്കുകയും ചെയ്തു. അനന്തരം അദ്ദേഹത്തിന്റെ നാഭിശിരസിൽ നിന്നും ഒരു താമരത്തണ്ട് തെളിർത്തു വരികയും ആ താമരത്തണ്ടിന്റെ അഗ്രത്തിലുള്ള വിടർന്ന താമരയിതളുകളിൽ പ്രപഞ്ചത്തിന്റെ രൂപരേഖയുടെ വിദഗ്ധ നിർമ്മാതാവായ ബ്രഹ്മദേവന്റെ ജനനം സംഭവിക്കുകയും ചെയ്തു. ബ്രഹ്മദേവൻ പ്രകൃതിയുടെ രജോഗുണത്തിൽ നിന്നുമാണ് ഉൽപ്പത്തനായത്. സർവ പ്രകൃതിയുടെയും ഗുണങ്ങൾക്കും അതീന്ദ്രിയനാകയാൽ വിഷ്ണു സദാ ഭൗതിക അഭിനിവേശത്തിൽ നിന്നും അകന്നു നിൽക്കുന്നു. ഇതൊക്കെ മുമ്പ് തന്നെ വിശദീകരിച്ചു കഴിഞ്ഞു. തമോഗുണ പ്രധാനിയായ അഥവാ അജ്ഞതയുടെ ദേവനായ രുദ്രൻ ബ്രഹ്മാവിൽ നിന്നും ആവിർഭവിച്ചു. അദ്ദേഹം രുദ്രൻ ഭഗവത് ഇച്ഛാനുസരണം സമ്പൂർണ്ണ സൃഷ്ടിയെയും ഉന്മൂലനം ചെയ്യുന്നു. ആകയാൽ ബ്രഹ്മ, വിഷ്ണു, രുദ്രൻ എന്നീ 3 ദേവന്മാരും ഗർഭോദകശായി വിഷ്ണുവിന്റെ അവതാരങ്ങളാകുന്നു. ബ്രഹ്മദേവനിൽ നിന്നും ദക്ഷൻ, മരീചി, മനു എന്നിവരെ പോലെയുള്ള ദേവന്മാരും മറ്റനേകം പേരും പ്രപഞ്ചത്തിൽ ജീവാത്മാക്കളെ സൃഷ്ടിക്കാനായി അവതരിച്ചു. വേദങ്ങളിൽ അനേക സഹസ്ര ശിരസോടുകൂടിയവൻ മുതലായ ഭഗവത് വിവരണത്തോടുകൂടി ആരംഭിക്കുന്ന ഗർഭസ്തുതി ശ്ലോകത്തിൽ വിഷ്ണുവിനെ പ്രകീർത്തിച്ചിരിക്കുന്നു. പ്രപഞ്ചത്തിന്റെ ഭഗവാൻ ഗർഭോദകശായി വിഷ്ണുവാകുന്നു. എന്നിരുന്നാലും അദ്ദേഹം ഭഗവാൻ പ്രപഞ്ചത്തിൽ ശയിക്കുന്നതായി പ്രത്യക്ഷമാകുന്നു. ഭഗവാൻ സദാ അതീന്ദ്രിയനാകുന്നു. ഇതും നേരത്തെ വിശദമാക്കിയിരിക്കുന്നു. ഗർഭോദകശായി വിഷ്ണുവിന്റെ പൂർണാംശമായ വിഷ്ണു പ്രാപഞ്ചിക ജീവിതത്തിന്റെ പരമാത്മാവാകുന്നു. അദ്ദേഹം പ്രപഞ്ച സംരക്ഷകൻ അഥവാ ക്ഷീരോദകശായി വിഷ്ണു എന്നറിയപ്പെടുന്നു. അനന്തരം പ്രപഞ്ചത്തിലെ സർവ അവതാരങ്ങളും ഈ ക്ഷീരോദകശായി വിഷ്ണുവിൽ നിന്നും നിർഗമിക്കുന്നു. വ്യത്യസ്തമായ സുവർണ ദശകളിൽ വിഭിന്നങ്ങളായ അവതാരങ്ങളുണ്ട്. അവ അസംഖ്യമാകുന്നു. എന്നിരുന്നാലും മത്സ്യം, കൂർമ്മം, വരാഹം, രാമൻ, നരസിംഹം, വാമനൻ തുടങ്ങിയവയിൽ ചില അവതാരങ്ങൾ അതിപ്രബലങ്ങളും സുവിഖ്യാതങ്ങളുമാകുന്നു. ഈ അവതാരങ്ങളെ ലീലാവതാരങ്ങൾ എന്ന് വിശേഷിപ്പിക്കുന്നു. കൂടാതെ ബ്രഹ്മാവ്, വിഷ്ണു, ശിവൻ എന്നീ ഭൗതിക പ്രകൃതിയുടെ വ്യത്യസ്ത ഗുണങ്ങളുടെ അധിപന്മാരായ ഗുണാവതാരങ്ങളുമുണ്ട്. പരമദിവ്യോത്തമ പുരുഷനിൽ നിന്നും അഭിന്നമാണ്
വിഷ്ണു ഭഗവാൻ പരമദിവ്യോത്തമ പുരുഷനും ജീവാത്മാക്കൾക്കും മധ്യേയുള്ള പ്രാതീയ പദവിയാണ് ശിവഭഗവാനുള്ളത്. ബ്രഹ്മാവ് സദാ ജീവതത്വമാണ്. ഈശ്വരഭക്തനായ ഉന്നത ജീവാത്മാവിനെ സൃഷ്ടിക്കാവശ്യമായ ശക്തി പ്രദാനം ചെയ്ത് അധികാരപ്പെടുത്തി അദ്ദേഹത്തെ ബ്രഹ്മാവ് എന്ന് വിശേഷിപ്പിക്കുന്നു. ബ്രഹ്മദേവന്റെ ശക്തി അമൂല്യമായ രത്നങ്ങളിലും വജ്രങ്ങളിലും പ്രതിഫലിക്കുന്ന സൂര്യശക്തിക്ക് സദൃശ്യമാണ്. ബ്രഹ്മദേവന്റെ പദവി ഏറ്റെടുക്കാൻ അത്തരം യാതൊരു ജീവാത്മാക്കളും ഇല്ലാതെ വരുമ്പോൾ ഭഗവാൻ സ്വയം ബ്രഹ്മദേവനായി ആ പദവി ഏറ്റെടുക്കുന്നു. ശിവൻ സാധാരണ ജീവസത്തയല്ല, ഭഗവാന്റെ പൂർണ്ണാംശമാണ് അദ്ദേഹം. എന്നാൽ ഭൗതിക പ്രകൃതിയുമായി ശിവന് നേരിട്ട് ബന്ധമുള്ളതാകയാൽ വിഷ്ണു ഭഗവാനും തുല്യമായ അതേ അതീന്ദ്രിയ പദവി ഇല്ലാത്ത അദ്ദേഹം. പാലും തൈരും തമ്മിലുള്ള അന്തരമുണ്ട് അവർ തമ്മിൽ. തൈര് പാലല്ലാതെ വേറെയൊന്നുമല്ല. എന്നാൽ പാലിന്റെ സ്ഥാനത്ത് തൈര് ഉപയോഗിക്കാൻ സാധിക്കില്ലല്ലോ. തൊട്ടടുത്ത അവതാരങ്ങൾ മനുക്കളാകുന്നു. ഒരു ബ്രഹ്മദിനത്തിൽ 14 മനുക്കളുണ്ട്. ഒരു ബ്രഹ്മദിനമെന്നാൽ 43 ലക്ഷം. 43 ലക്ഷം ഇൻറ്റു 1000 സൂര്യവർഷങ്ങളായി കണക്കാക്കപ്പെടുന്നു. ആകയാൽ ബ്രഹ്മദേവന്റെ ഒരു മാസത്തിൽ 420 മനുക്കളും ഒരു ബ്രഹ്മവർഷത്തിൽ 5040 മനുക്കളും ഉണ്ടാകുന്നു. ബ്രഹ്മദേവന്റെ ആയുസ് 100 വർഷങ്ങളാകയാൽ 5040 ഇൻറ്റു 100 മനുക്കൾ അഥവാ 5,04,000 മനുക്കൾ ഒരു ബ്രഹ്മ ജീവിത കാലയളവിൽ ഉണ്ടാകുന്നു. ഓരോന്ന് എന്ന കണക്കിൽ അസംഖ്യം പ്രപഞ്ചങ്ങളിൽ അസംഖ്യം ബ്രഹ്മദേവന്മാരുണ്ട്. മാത്രവുമല്ല, അവയെല്ലാം തന്നെ പുരുഷാവതാരങ്ങൾ ഉച്ഛ്വാസ നിശ്വാസ വേളയിൽ സൃഷ്ടിക്കപ്പെടുകയും ഉന്മൂലനം ചെയ്യപ്പെടുകയും ചെയ്യുന്നു. ഇങ്ങനെ ദശലക്ഷക്കണക്കിന് മനുക്കളാണ് പുരുഷാവതാരത്തിന്റെ നിശ്വാസവേളയിൽ ഉത്ഭവിക്കുന്നത്. ഈ പ്രപഞ്ചത്തിൽ സുവിഖ്യാതമായ മനുക്കൾ താഴെ പ്രതിപാദിക്കുന്നവയാണ്. യജ്ഞൻ സ്വയംഭുവ മനു എന്നും, വിഭു സ്വരേഷിത മനുവെന്നും, സത്യസേനൻ ഉത്തമ മനുവെന്നും, ഹരി താമസ മനുവെന്നും, വൈകുണ്ഠൻ രൈവത മനുവെന്നും, അജിതൻ ചാക്ഷുഷ മനുവെന്നും, വാമനൻ വൈവസ്വത മനുവെന്നും, വർത്തമാനയുഗ വൈവസ്വത മനുവിന്റെ കീഴിലാണ്. സാർവഭൗമൻ സാവർണി മനു എന്നും, ഋഷഭൻ ദക്ഷസാവർണി മനു എന്നും, വിക്ഷസേനൻ സാവർണി മനുവെന്നും, ധർമ്മസേതു ധർമ്മസാവർണി മനുവെന്നും, സുമേധൻ രുദ്രസാവർണി മനുവെന്നും, യോഗേശ്വരൻ ദേവസാവർണി മനുവെന്നും, ബൃഹദ്ഭാനു ഇന്ദ്രസാവർണി മനുവെന്നും അറിയപ്പെടുന്നു. മുകളിൽ പ്രതിപാദിച്ച പോലെ സൂര്യവർഷം ഞാൻ ജസ്റ്റ് കൗണ്ട് ചെയ്യണത് എത്രയാണെന്നുള്ളത്. 100 കോടി. ഓക്കെ, 430 400,000 സൂര്യവർഷം എന്നാണ് പറയുന്നത്. അപ്പൊ 430 കോടി സൂര്യവർഷങ്ങൾ ഭരിച്ച 14 മനുക്കൾ, ഒരു സംഘം മനുക്കളുടെ നാമങ്ങളാണിവ. മജാൽ എന്തെങ്കിലും കറക്ഷൻ ഉണ്ടെങ്കിൽ ഒന്ന് പറയണേ, എത്ര കോടിയാണെന്നുള്ളത്. മനുക്കളെ കൂടാതെ യുഗാവതാരങ്ങളുമുണ്ട്. സത്യയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം എന്നിവയാണ് 4 യുഗങ്ങൾ. ഓരോ യുഗത്തിലും അവതാര വർണ്ണങ്ങൾ വ്യത്യസ്തമാണ്. ഗൗരവർണം, അരുണവർണം, കാർവർണം, പീതവർണം എന്നിവ യുഗാവതാരങ്ങളുടെ
യഥാക്രമം വർണ്ണങ്ങളാകുന്നു. ദ്വാപരയുഗത്തിൽ കൃഷ്ണൻ ഭഗവാൻ കാർവർണ്ണനായും കലിയുഗത്തിൽ പീതവർണ്ണനായ ചൈതന്യ മഹാപ്രഭുവായും അവതരിച്ചു. ആകയാൽ അഖില ഭഗവത് അവതാരങ്ങളും വേദങ്ങളിൽ പ്രതിപാദിച്ചിരിക്കുന്നു. ആകയാൽ കപടനാട്യക്കാരന് ഭഗവത് അവതാരമായി വേഷം കെട്ടാൻ യാതൊരു പഴുതുമില്ല. അവതാരങ്ങളെക്കുറിച്ച് ശാസ്ത്രങ്ങളിൽ നിശ്ചയമായും പ്രതിപാദിച്ചിട്ടുണ്ടാവും. ഒരു അവതാരം ഭഗവത് അവതാരമാണ് താനെന്ന് ഉദ്ഘോഷിക്കുകയില്ല. എന്നാൽ സന്യാസി ശ്രേഷ്ഠന്മാർ ധർമ്മശാസ്ത്രങ്ങളിൽ പ്രതിപാദിച്ചിരിക്കുന്ന ലക്ഷണങ്ങൾ സസൂക്ഷ്മം പരിശോധിച്ച് അനുമാനത്തിലെത്തുന്നു. അവതാര ലക്ഷണവും സവിശേഷമായ ദൗത്യവും ധർമ്മശാസ്ത്രങ്ങളിൽ വിശദമാക്കിയിരിക്കുന്നു. പ്രത്യക്ഷ അവതാരങ്ങളെ കൂടാതെ ഭഗവാന് അസംഖ്യം അധികാരപ്പെടുത്തപ്പെട്ട അവതാരങ്ങളുമുണ്ട്. അത്തരം അവതാരങ്ങൾ പ്രത്യക്ഷമായോ പരോക്ഷമായോ അധികാരപ്പെട്ടിരിക്കുന്നു. എന്നാൽ പരോക്ഷമായി അധികാരപ്പെടുത്തുമ്പോൾ അവയെ വിഭൂതികൾ എന്ന് അവശേഷിപ്പിക്കുന്നു. കുമാരന്മാർ, നാരദൻ, പൃഥു, ശേഷൻ, അനന്തൻ തുടങ്ങിയവരൊക്കെ പ്രത്യക്ഷ അവതാരങ്ങളാകുന്നു. വിഭൂതിയെ സംബന്ധിച്ചിടത്തോളം ഭഗവത്ഗീതയുടെ വിഭൂതി യോഗ അധ്യായത്തിൽ അവ സുഭക്തമായി വിശദമാക്കുന്നു. ശ്രീല പ്രഭുപാദ് കി ജയ. ഹരേ കൃഷ്ണ. ഇതൊരു ഒരുപാട് ഡിസ്കസ് ചെയ്യാനുള്ള ശ്ലോകമാണ്. പ്രഭുപാദിന്റെ ഭാവാർത്ഥത്തിൽ തന്നെ വളരെ ക്ലിയർ ആയിട്ടെല്ലാം പറയുന്നുണ്ട്. ബ്രഹ്മദേവൻ എന്ന് പറയുന്നത് ഫസ്റ്റ് ഇൻകാർണേഷൻ ആണ്. ഭഗവാൻ എങ്ങനെയാണ് മഹാതത്വത്തിൽ എൻ്റർ ആയതും മഹാതത്വത്തിൽ എൻ്റർ ആയതിനു ശേഷം ഫുൾ അന്ധകാരമായിരുന്നു. അവിടെ ഒന്നും റെസ്റ്റ് എടുക്കാൻ പോലും ഒന്നിനുള്ള ഒരു ഇതില്ലാതെ ഫുൾ അന്ധകാരമായിരുന്നു. ആ സമയത്ത് ഭഗവാൻ അവിടെ എൻ്റർ ആവുകയും അതിനുശേഷം എന്താണ്, ഭഗവാൻ ഗർഭോദകശായി വിഷ്ണു വന്നിട്ട് സ്വന്തം വിയർപ്പിൽ നിന്നും ജലം പകുതിയോളം ജലം നിറയ്ക്കുകയും ഭഗവാൻ അതിൽ കിടക്കുകയും അതിനുശേഷം അദ്ദേഹത്തിന്റെ നാഭിയിൽ നിന്നും താമരത്തണ്ട് വരികയും താമരത്തണ്ടിൽ ബ്രഹ്മദേവൻ ഇരിക്കുകയും ബ്രഹ്മദേവൻ അതിനുശേഷം സൃഷ്ടി തുടങ്ങാനുള്ള ഇൻസ്ട്രക്ഷൻ ഭഗവാൻ കൊടുക്കുകയും തപ എന്ന് പറയും. ബ്രഹ്മദേവൻ തപസ് അനുഷ്ഠിക്കുകയും അതിനുശേഷം ഭഗവാൻ ഹാർട്ട് ടു ഹാർട്ടായിട്ട് ഈ സ്പിരിച്വൽ നോളേജ് കൊടുക്കുകയും ചെയ്യുന്നത്. എന്നിട്ട് സൃഷ്ടി അദ്ദേഹത്തിനെ ഏൽപ്പിക്കുകയും ചെയ്യുന്നു. സൃഷ്ടി ഏൽപ്പിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ഫസ്റ്റ് ക്രിയേഷനാണ് നമ്മൾ 6ാമത്തെ ശ്ലോകത്തിൽ പറയുന്ന ശക്തി അവതാരങ്ങൾ എന്ന് പറയുന്നതിൽ 4 കുമാരന്മാര് സൃഷ്ടിക്കുകയാണ്. 4 കുമാരന്മാര് ജനിച്ച ഉടനെ ബ്രഹ്മദേവൻ റിക്വസ്റ്റ് ചെയ്യുന്നു, എന്നെ സൃഷ്ടിയിൽ ഹെൽപ്പ് ചെയ്യണമെന്നുള്ളത് പറയുന്നു. അപ്പോൾ അവർ ഓൾറെഡി ഈ കംപ്ലീറ്റ് നോളജോട് കൂടിയാണ് ജനിക്കുന്നത്. അപ്പോൾ അവരെന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഇല്ല, നമ്മൾ ഭഗവാന്റെ സേവയ്ക്ക് പോകണമെന്ന് പറഞ്ഞിട്ട് ഭഗവാന്റെ സേവയ്ക്കാണ്, നോളജ് ചെയ്യണം, ഈ മെറ്റീരിയൽ കാര്യങ്ങൾ താല്പര്യം ഇല്ല എന്ന് പറഞ്ഞ് പോവുകയും ചെയ്യുന്നു. അങ്ങനെ അദ്ദേഹത്തിന് ആ ക്രോധം വരികയും ആ ക്രോധം കടിച്ചമർത്താൻ ശ്രമിക്കുകയും 2 പുരികങ്ങളെ നടക്കുന്ന രുദ്രൻ 11 രുദ്രന്മാർ വരികയും അതിലൊരു രുദ്രനാണ് മഹാദേവനായിട്ടുള്ളത്. അപ്പോൾ മഹാദേവൻ വന്നിട്ട് വരികയും പിന്നെ അതിൽ പറയുന്നുണ്ട്, മഹാദേവൻ വന്നിട്ട് ശിവൻ സാധാരണ വ്യക്തിയല്ല, ഭഗവാന്റെ പൂർണ്ണാംശമാണ്. എന്താണ് ഭഗവാൻ ശിവൻ മഹാദേവന് വന്നിട്ട് ഭൗതിക പ്രകൃതിയുമായി നേരിട്ട് ബന്ധമുള്ള ഭൗതിക പ്രകൃതിയുമായി ശിവൻ നേരിട്ട് ബന്ധമുള്ളതാകയാൽ വിഷ്ണു ഭഗവാന് തുല്യമായ അതേ അതീന്ദ്രിയ പദവി ഇല്ല. മഹാദേവൻ വന്നിട്ട് ഭൗതിക പ്രകൃതിയുമായിട്ട് കണക്റ്റഡ് ആയതുകൊണ്ട് വിഷ്ണുവിന് ഈക്വൽ അല്ല. അത് പ്രഭുപാദ് ഇവിടെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. എക്സാമ്പിൾ പറയുന്നത് പാലും തൈരുമാണ്. പാല് തന്നെയാണ് തൈര്, പക്ഷെ തൈരിന്റെ ഗുണം വേറെയാണ്. പക്ഷെ പാൽ ഉപയോഗിക്കുന്ന സ്ഥലത്ത് നമുക്ക് തൈര് ഉപയോഗിക്കാൻ പറ്റത്തില്ല. അത് കഴിഞ്ഞിട്ട് മനുക്കളെ പറ്റി പറയുന്നുണ്ട്. ഓരോ മനുവിൻ്റെയും ഒരു ബ്രഹ്മദിനം എന്നാൽ എത്രയാണ്? ഒരു ബ്രഹ്മദിനം എന്ന് വെച്ച് കഴിഞ്ഞാൽ 43 ലക്ഷം വർഷം, 43 × 1000 അപ്പൊ അത്രയും കോടി വർഷങ്ങളാണ് ഒരു ബ്രഹ്മദിനം എന്ന് പറയുന്നത്. ഒരു ദിവസം ബ്രഹ്മാവിന് 100 വർഷം എന്നാണ് പറയുന്നത് ഇവിടെ, ബ്രഹ്മാവിന്റെ കാൽക്കുലേഷൻ അനുസരിച്ചിട്ട്. അത് കഴിഞ്ഞിട്ട് മനുക്കളുടെ ഡീറ്റെയിൽസ് പറയുന്നുണ്ട്. പിന്നെ യുഗാവതാരങ്ങൾ ഉണ്ടെന്ന് പറയുന്നുണ്ട്.
ഓരോ യുഗാവതാരങ്ങളുണ്ടാവും. ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം എന്നിവയിൽ ഭഗവാന് അവതാരങ്ങളുണ്ടാവും. ഭഗവാന്റെ അവതരിക്കുന്ന അനുസരിച്ചുള്ള ഭഗവാന്റെ വർണ്ണങ്ങളെ പറ്റി പറയുന്നുണ്ട്. പ്രത്യേകിച്ച് 4 വർണ്ണങ്ങളെ പറയുന്നത്: ഗൗരവർണ്ണം, അരുണവർണ്ണം, കാർവർണ്ണം, പീതവർണ്ണം. കലിയുഗത്തില് ഭഗവാൻ ദ്വാപരയുഗത്തിൽ വന്നപ്പോൾ ഭഗവാന്റെ കാർവർണ്ണനായിരുന്നു എന്ന് പറയുന്നുണ്ട്. ചൈതന്യ മഹാപ്രഭു വന്നിട്ട് പീതവർണ്ണനാണെന്ന് പറയുന്നുണ്ട്. അതിനുശേഷം ഇതിനകത്ത് പറയുന്നത് അടുത്ത അവതാരങ്ങളാണ്. വിഭൂതി അവതാരങ്ങളെ പറ്റി ഭഗവത്ഗീതയിൽ വിഭൂതി യോഗത്തിൽ പറയാനുണ്ട്. അധികാരപ്പെട്ട അവതാരങ്ങൾ എന്ന് പറയാനുണ്ട്. ആ അവതാരങ്ങൾ എന്ന് പറയുന്നത് കുമാരന്മാര്, നാരദമുനി, പൃഥു, ശേഷൻ, അനന്തൻ, ഇങ്ങനെയാണ് പറയുന്നത്. അതിൽ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കുമാരന്മാരെ പറ്റിയാണ്. 4 കുമാരന്മാര്. 6-ാമത്തെ ശ്ലോകത്തില്. അപ്പൊ 6-ാമത്തെ ശ്ലോകത്തില് നമുക്ക് നോക്കാം നമ്മൾ എന്തൊക്കെയാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത്. കുമാരന്മാർ വന്നിട്ട് ഇവര് നോളജ്, ഇതിനകത്ത് പറയുന്ന ഇവര് നോളേജിന്റെ റെപ്രസെന്റേറ്റീവ്സ് എന്നാണ് പറയുന്നത്. ബേസിക്കലി അറിവിന്റെ റെപ്രസെന്റേഷൻ എന്നാണ് പറയുന്നത്, സ്പിരിച്വൽ നോളേജിന്റെ. ബ്രഹ്മാവിന്റെ ആദ്യത്തെ ഫസ്റ്റ് ക്രിയേഷൻ ആയിട്ട് വരുന്നത്, അധികാരപ്പെട്ട അവതാരങ്ങളായിട്ട് വരുന്നത് 4 കുമാരന്മാരാണ്. ഇവർ 4 പേരെയും 4ആയിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്ത് പറഞ്ഞാലും എല്ലാ സ്ഥലത്തും ആക്ച്വലി ഇവരെ ഒന്നായിട്ടാണ്, ഒരാളെന്നുള്ള രീതിയിലാണ് പറയുന്നത്. സനക, സനന്ദൻ, സനാതനൻ, സനൽകുമാരൻ, അങ്ങനെ 4 കുമാരന്മാരെന്നാണ് എപ്പോഴും പറയുന്നത്. പക്ഷെ ഇവർ 4 പേരാണ്, 4 ഇൻഡിവിജ്വൽസ് ആണ്. സനകൻ എന്ന് പറഞ്ഞാൽ ഏൻഷ്യൻ, ഓൾഡ് എന്നുള്ള രീതിയിൽ, ഓൾഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പുരാണം, ആദ്യത്തെ ക്രിയേഷൻ എന്നുള്ള രീതിയിൽ. സനന്ദ എന്ന് വെച്ചാൽ എറ്റേണൽ. എറ്റേണലിന്റെ മലയാളം മീനിങ് കൃത്യമായിട്ട് ഓർക്കുന്നില്ല. എറ്റേണൽ എന്ന് പറയുമ്പോൾ ആർക്കെങ്കിലും ഒന്ന് പറഞ്ഞു തരാൻ പറ്റും? എറ്റേണൽ എന്ന് പറയുമ്പോൾ ശാശ്വതം പ്രഭു, ശാശ്വതം. ശാശ്വതം. സനന്ദ എന്ന് വെച്ചാൽ ജോയ്ഫുൾ, എപ്പോഴും ഹാപ്പി ആയിരിക്കും, സന്തോഷമായിരിക്കും. സനൽകുമാർ എന്ന് പറയുമ്പോൾ യങ്, എപ്പോഴും യങ് ആയിരിക്കും. ബ്രഹ്മാവ് ആദ്യം സൃഷ്ടി നടത്തുന്നു. ഈ 4 പേര് ക്രിയേഷനിലോട്ട് വരുന്നു. അത് കഴിഞ്ഞിട്ട് ഈ ശ്ലോകത്തിൽ പറയുന്നത് അവരെങ്ങനെയാണ് ക്രിയേഷൻ കഴിഞ്ഞതിന് ശേഷം സൃഷ്ടിയുടെ ആരംഭത്തിൽ 4 കുമാരന്മാർ അവര് അഖണ്ഡിതമായ വളരെ സിവിയർ ആയിട്ടുള്ള ഓസ്റ്ററിറ്റീസ് ചെയ്തിട്ട് ബ്രഹ്മൻ നോളേജ്, ബ്രഹ്മൻ എന്താണെന്ന് അറിയാനുള്ള പ്രോസസ്സ് നടത്തിയിരുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ ഇവിടെ പർപ്പട്ടിലെ പ്രഭാത് പറയുന്നത് ചില സെർട്ടൺ ഭഗവാന്റെ ഇച്ഛയ്ക്കനുസരിച്ച് ഓരോ ഇന്റർവെൽസിലും ഓരോ ഗ്യാപ്പിലും ഭഗവാൻ വന്നിട്ട് ക്രിയേഷൻ സൃഷ്ടിക്കുകയും ചെയ്യും, അതിനെ സൃഷ്ടിയെ മാറ്റുകയും ചെയ്യും, അനിഹിലേറ്റ് ചെയ്യും, നശിപ്പിക്കുകയും ചെയ്യും. അത് ഭഗവാന്റെ ഇച്ഛയ്ക്കനുസരിച്ചായിരിക്കും ചെയ്യുന്നത്. ബ്രഹ്മാവ് വന്നിട്ട് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ക്രിയേഷൻസ് ചെയ്തു. എന്താണ് മെറ്റീരിയൽ വേൾഡ്, കുമാരന്മാരെന്ത് വന്നിട്ട് മെറ്റീരിയൽ വേൾഡ് ക്രിയേഷന് ഹെൽപ്പ് ചെയ്യാനായിട്ട് പറയുന്നു. അവിടെ നിന്ന് മൂവ് ചെയ്യുന്നു. അതിനുശേഷം അവർ ചെന്നിട്ട് ഈ ഒരുപാട് ഓസ്റ്ററിറ്റീസ്, ഒരുപാട് കഠിനമായ തപസ്സുകൾ ചെയ്തിട്ട് ആ പ്രോസസ്സ് നമ്മളെ പഠിപ്പിക്കുന്നു കുമാരന്മാർ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കഠിനമായ തപസ്സുകൾ ചെയ്ത് ആ ക്വാളിറ്റീസ്, അത് ഈ തപസ് ചെയ്യുന്നതിന് മുന്നേ തന്നെ എന്താണ് നമുക്ക് ഒരു ബ്രാഹ്മണിക്കൽ ക്വാളിറ്റി വരണമെന്ന് പറയുന്നുണ്ട്. ബ്രാഹ്മണിക്ക അപ്പൊ നമ്മൾ സാധാരണ ഇപ്പൊ കാണുന്നത് പോലെ ആളുകൾ വന്നിട്ട് ഭയങ്കര കുറെ തപസ്സുകൾ ചെയ്യും. നമുക്ക് തന്നെ അറിയാവുന്ന ആളുണ്ട്. തപസ്സല്ല, ചെറിയ തപസ്സായാലും ചെയ്യുന്നവരുണ്ട്. ഞായറാഴ്ച വ്രതം, തിങ്കളാഴ്ച വ്രതം, അങ്ങനെ ചെറിയ ചെറിയ തപസ്സുകൾ ചെയ്യും. അത് കഴിഞ്ഞിട്ട് കുറച്ചുകൂടെ ലെവലിൽ പോയിട്ട് ഭക്ഷണം കഴിക്കാതിരിക്കും. ഒരാഴ്ച ഭക്ഷണം കഴിക്കാതിരിക്കുന്നവരുണ്ട്, മാസങ്ങൾ ഭക്ഷണം കഴിക്കാതിരിക്കുന്നവരുണ്ട്. അങ്ങനെ പലരും പല രീതിയിൽ, ചിലർക്ക് അസുഖം വരാറുണ്ട്, ചിലരത് കണ്ടിന്യൂ ചെയ്ത് പോകാറുണ്ട്. ഇപ്പൊ പ്രഭാത് ഇവിടെ പറയുന്നത് നമ്മൾ ഇങ്ങനെയുള്ള തപസ് ചെയ്ത് നമ്മളവിടെ അവർ പഠിപ്പിക്കണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബ്രഹ്മൻ നോളേജ്, ആ ബ്രഹ്മൻ എന്നുള്ള അറിവ് കിട്ടണമെന്നുണ്ടെങ്കിൽ അതിന് മുന്നേ നമ്മൾ ഈ ബ്രാഹ്മണിക്കൽ ക്വാളിറ്റീസ് ഉണ്ടായി. അത് ജന്മം കൊണ്ട് മാത്രമല്ല, ജന്മം കൊണ്ടല്ല, നമ്മൾ കർമ്മം കൊണ്ട്, നമ്മുടെ ക്വാളിറ്റീസ് കൊണ്ട്, നമ്മുടെ സ്വഭാവം കൊണ്ട് നമ്മളത് എടുക്കണമെന്നാണ് പറയുന്നത്. അത് എടുത്തതിന് ശേഷം മാത്രമേ എങ്ങനെ നമുക്ക് ഈ ഒരു പ്രോസസ്സിലോട്ട് പോകാൻ പറ്റത്തുള്ളൂ, ഈ ബ്രഹ്മൻ നോളേജ് കിട്ടാനുള്ള. അപ്പൊ ഇത് ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് പ്രഭുപാദ് അവസാന പർപ്പട്ടിൽ പറഞ്ഞു നിർത്തുകയാണ്. അതിനുശേഷം നമുക്ക് ഇവരുടെ ഈ നേരത്തെ പറഞ്ഞ പോലെ ഈ സനൽകുമാരന്മാരെന്ന് പറയുന്നത് നോളേജിന്റെ ഫോം എന്നാണ് പറയുന്നത്. ഈ സനൽകുമാരന്മാർക്ക് ഈ അറിവ്, ഭാഗവതം
അവർ കേൾക്കുന്നത് എവിടെ നിന്ന് വെച്ച് കഴിഞ്ഞാൽ സംഘർഷനിൽ നിന്നാണ്. ഒരു ബ്രഹ്മാവിൻ്റെ അടുത്തുനിന്ന് പോവുകയും അവിടെ നിന്ന് സംഘർഷന്റെ അടുത്തോട്ട് പോവുകയും, ആക്ച്വലി ഇവര് ഭയങ്കര ക്വാളിഫൈഡ് ആയിട്ടുള്ള സ്റ്റേജസ് ആണ്, സോറി സേജസ് ആണ്. ഇവരുടെ ക്രിയേഷൻ എന്ന് ഇവർ സ്റ്റാർട്ട് ചെയ്യുന്ന വെച്ചാൽ നമ്മുടെ ഈ കുമാരന്മാരെന്നുള്ള പേര് വരാനുള്ള വൺ ഓഫ് ദ റീസൺ എന്ന് വെച്ചാൽ സൃഷ്ടിയുടെ കൗമാരകാലത്താണ്. അതായത് ബ്രഹ്മാവ് വന്നിട്ട് ക്രിയേഷൻ തുടങ്ങുന്ന ടൈമിൽ തന്നെയാണ് ഇവരെ ഫസ്റ്റ് ക്രിയേഷൻ. അതുകൊണ്ട് തന്നെയാണ് ഇവരെപ്പോഴും ആ ബാല്യം അങ്ങനെ ഉണ്ടായിരിക്കും. കാരണം അതാണ് കുമാരന്മാരെന്ന് പറയുന്നത്. ഇപ്പൊ ഇവർ ഭാഗവതം കേൾക്കുന്നത് സാക്ഷാൽ ഭഗവാന്റെ ഡയറക്റ്റ് അവതാരമായിട്ടുള്ള സംഘർഷനിൽ നിന്നാണ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമുക്കറിയാവുന്ന 4 സമ്പ്രദായങ്ങളിൽ ബ്രഹ്മാവ് ശിവനെയും പോലെ തന്നെ മഹാദേവനെയും പോലെ തന്നെ ഒരു വൈഷ്ണവ പരമ്പരയുടെ തുടക്കക്കാര് ഇവര് ത്രൂ ആണ്. ആക്ച്വലി ഇവരുടെ ഈ കുമാരന്മാരുടെ ആദ്യത്തെ സ്റ്റേജിൽ ബ്രഹ്മൺ സ്റ്റേജ് ആയിരുന്നു. ഭഗവാനാണ്, കൃഷ്ണനാണ് സുപ്രീം എന്ന് അവർക്ക് അറിയത്തില്ലായിരുന്നു. ഇവർക്ക് ബ്രഹ്മൺ സ്റ്റേജിൽ എങ്ങനെയാണ് ബ്രഹ്മൺ സ്റ്റേജിൽ അതിനുള്ള കഠിന വ്രതങ്ങളും കാര്യങ്ങളാണ് ഇവർ ചെയ്തുകൊണ്ടിരുന്നത്. കുമാര സമ്പ്രദായത്തില് ബേസിക്കലി രാധാകൃഷ്ണന്മാരെയാണ് പ്രാർത്ഥിക്കുന്നത്. രാധാകൃഷ്ണന്മാരെ സ്വകീയ മൂടെന്നാണ് പറയുന്നത്. പരകീയ മൂടല്ല, സ്വകീയ മൂട്. അതായത് രാധയും കൃഷ്ണനും മാരീഡ് ആയിട്ടുള്ള ഭാവത്തിൽ, കല്യാണം കഴിച്ചിട്ട് ഉള്ള ഭാവത്തിൽ എന്നുള്ള രീതിയിലാണ് ഈ സമ്പ്രദായത്തിൽ പ്രാർത്ഥിക്കുന്നത്. ഈ സമ്പ്രദായത്തിന്റെ, കുമാര സമ്പ്രദായത്തിന്റെ കലിയുഗത്തിൽ വളരെ സ്ട്രോങ് ആയിട്ട് കൊണ്ടുപോയ ആചാര്യനാണ് നിംബർക്ക ആചാര്യൻ എന്ന് പറയുന്നത്. ഒരുവിധപ്പെട്ട എല്ലാവർക്കും അറിയാമായിരിക്കും, കേട്ടിട്ടുണ്ടാവും. അതിനു മുന്നേ തന്നെ ഹംസ അവതാരത്തിൽ നിന്ന് 11th കാൻറ്റോയിൽ പറയുന്നുണ്ട്, ഹംസ അവതാരങ്ങളിൽ നിന്ന് കുമാരന്മാര് ഈ നോളേജ്, ഭഗവാനെ പറ്റിയുള്ള നോളേജ് പഠിക്കുന്നുണ്ട്. ഈ ഹംസ അവതാരം വന്നിട്ട് ബേസിക്കലി ഇവർക്ക് 4 കാര്യങ്ങളാണ് കുമാരന്മാർക്ക് പറഞ്ഞു കൊടുക്കുന്നത്. അബ്സല്യൂട്ട് ട്രൂത്ത്. അബ്സല്യൂട്ട് ട്രൂത്ത് എന്ന് പറയുമ്പോൾ യഥാർത്ഥമായ സത്യം, പരമമായ സത്യം. പിന്നെ കോൺഷ്യസ്നെസ്, ഭഗവാനെ കുറിച്ചുള്ള കോൺഷ്യസ്നെസ്. ദെൻ വിസ്ഡം, ദെൻ സ്പിരിച്വാലിറ്റി. സ്പിരിച്വാലിറ്റി എന്ന് പറയുമ്പോൾ ആധ്യാത്മികത. ഇത്രയും കാര്യങ്ങളാണ് 11th കാൻറ്റോയിൽ പറയുന്നത് കുമാരന്മാർക്ക് ഈ ഹംസാവതാരങ്ങൾ പറഞ്ഞു കൊടുത്തത്. ദെൻ കുമാര സമ്പ്രദായത്തിൽ നിംബർക്ക സ്വാമികളെ പറ്റി പറഞ്ഞു. അദ്ദേഹം വന്നിട്ട് 11ാം നൂറ്റാണ്ടിലായിരുന്നു ഉണ്ടായിരുന്നത്. അദ്ദേഹം ഒരു ഭയങ്കര ഭക്തനായിരുന്നു. അദ്ദേഹം വന്നിട്ട് ഈ നോളേജ്, ഇദ്ദേഹം വന്നിട്ട് മഹാദേവനെ ബാക്കിയുള്ള ഒരു ദിവസം മഹാദേവനെ ബാക്കിയുള്ള ബ്രാഹ്മണന്മാരെ കൂടെ ഇരുന്നിട്ട് മഹാദേവനെ പ്രാർത്ഥിക്കും. ഈ കൂവളത്തിന്റെ ഇലയൊക്കെ വെച്ചിട്ടാണ് പ്രാർത്ഥിക്കുന്നത്. ആ പ്രാർത്ഥിക്കാൻ നേരത്ത് മഹാദേവൻ ഭയങ്കരമായിട്ട് ഇംപ്രസ്ഡ് ആവും. ഭയങ്കരമായിട്ട് അദ്ദേഹത്തിനോട് ഇംപ്രസ്ഡ് ആയിട്ട് ഇദ്ദേഹം പ്രാർത്ഥനയിൽ ഇദ്ദേഹം ഭയങ്കര ഹാപ്പി ആയിട്ട് മഹാദേവൻ പ്രത്യക്ഷപ്പെടും. എന്നിട്ട് അദ്ദേഹത്തിന് പറയും, വൃന്ദാവനത്തില് ഒരു കാടുണ്ട്, ആ കാടിന്റെ പേര് പറഞ്ഞു കൊടുക്കും. എന്നിട്ട് ആ കാട്ടിൽ പോയിട്ട് അവിടെ പോയിട്ട് ഭഗവാനെ പ്രാർത്ഥിക്കണം എന്ന് പറയും. അല്ലെ, സോറി, 4 കുമാരന്മാരെ പ്രാർത്ഥിക്കണമെന്ന് നിംബർക്ക സ്വാമിയുടെ അടുത്ത് പറയും. ഈ 4 കുമാരന്മാരെ പ്രാർത്ഥിക്കുമ്പോൾ എന്താണോ താങ്കൾക്ക് ആവശ്യമുള്ള കാര്യം കുമാരന്മാരെ തരുമെന്നുണ്ട്. അങ്ങനെ ഈ നിംബർക്ക ആചാര്യൻ 11ാമത്തെ നൂറ്റാണ്ടിൽ വൃന്ദാവനത്തിൽ പോവുകയും വൃന്ദാവനത്തിൽ ആ കാട് കണ്ടുപിടിച്ച് അദ്ദേഹം അവിടെ ചെന്നിട്ട് എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 4 കുമാരന്മാരെ പ്രാർത്ഥിക്കും. 4 കുമാരന്മാർ ഇദ്ദേഹത്തിന്റെ സേവയിൽ, പ്രാർത്ഥനയിൽ, തപസ്സിൽ അവർക്ക് ഹാപ്പി ആയിട്ട് അവർ പ്രീതിപ്പെട്ടിട്ട് ഇദ്ദേഹത്തിന് അനുഗ്രഹം കൊടുക്കും. ഇദ്ദേഹത്തിന് അവിടെ നിന്നാണ് രാധാകൃഷ്ണനെയാണ് പ്രാർത്ഥിക്കേണ്ടതെന്നും ഭഗവാനെയാണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് പറഞ്ഞ് നിംബർക്ക ആചാര്യൻ അവിടെ നിന്നാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓൾറെഡി ഈ പണ്ട് മുതൽ ഈ 4 കുമാരന്മാർ സ്റ്റാർട്ട് ചെയ്ത കുമാര സമ്പ്രദായം മുറിഞ്ഞു പോയത് എങ്ങനെയാണോ ചൈതന്യ മഹാപ്രഭു നമുക്ക് ബ്രഹ്മമാത ഗൗഡിയ വൈഷ്ണവ പരമ്പര ഡിസ്കണക്ട് ആയി നമുക്ക് കണക്ട് ചെയ്ത് തന്നതോ, അതുപോലെ നിംബർക്ക ആചാര്യന് ഈ 4 കുമാരന്മാർ അവിടെ വെച്ച് ഇത് സ്റ്റാർട്ട് ചെയ്യാനുള്ള നോളേജ് കൊടുക്കും. ഫുൾ അറിവ് അദ്ദേഹത്തിന് കൊടുക്കും. അപ്പോൾ ഒരു ചെറിയ സ്റ്റോറി പറയുന്നത്, നിംബർക്ക എന്നുള്ള പേര് വന്നതിന്റെ ഒരു സ്റ്റോറി പറയുന്നുണ്ട്. നിംബ അർക്ക എന്ന് പറയുന്നത്.
നിമ്പർക്കാചാര്യൻ ഒരു തവണ ഇദ്ദേഹം ഭയങ്കര സ്കോളറാണ്, ഭയങ്കര നോളജാണ്. കാരണം കുമാരന്മാരെ അറിവിന്റെ നിറകുടമാണ്, അവരാണ് അറിവിന്റെ റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്നവരാണ്. അങ്ങനെ ഇരിക്കാൻ നേരത്ത് ഒരു തവണ ഒരു ജൈന പണ്ഡിതൻ വരും. ജൈനന്മാരൊക്കെ ഭയങ്കരമായിട്ട് പോപ്പുലറായി, ഒരുപാട് പേര് ജൈനമതത്തിലോട്ട് കൺവേർട്ട് ആയിക്കൊണ്ടിരിക്കുന്ന സമയം ജൈന പണ്ഡിതൻ വന്നിട്ട് ഇദ്ദേഹമായിട്ട് ഒരു തർക്കത്തിൽ ഡിസ്കഷനിൽ ഏർപ്പെടും. ഡിസ്കഷനിൽ ഏർപ്പെടാൻ നേരത്ത് ജൈന പണ്ഡിതൻ പറയും, ഞാൻ രാവിലെ മുതൽ ഈവനിങ് വരെ ഇരിക്കും, വൈകിട്ട് വരെ സൂര്യാസ്തമയമായി കഴിഞ്ഞാൽ ഞാൻ പോകും, പിന്നെ എനിക്ക് സമയം ഉണ്ടാവില്ല എന്ന് പറയാം. അങ്ങനെ ഇവർ തമ്മിൽ ഡിസ്കഷൻ സ്റ്റാർട്ട് ചെയ്തു. കുറെ കഴിയുമ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോരോ പോയിന്റുകൾ ജൈന പണ്ഡിതൻ പറയുകയും അതിന് അഗെയിൻസ്റ്റ് ആയിട്ട് ഇദ്ദേഹം സംസാരിക്കുകയും ചെയ്തിട്ട് ഇദ്ദേഹം വന്നിട്ട് ആ കുമാരന്മാർ കൊടുത്ത നോളേജ് വെച്ചിട്ടാണ് പറയുന്നത്, ഭഗവാനെയാണ് ഭജിക്കേണ്ടത്, ഭഗവാനാണ് സുപ്രീം, രാധാകൃഷ്ണനാണ് ഭജിക്കേണ്ടത്. ഓരോ കാര്യങ്ങളും പറയാൻ നേരത്തും അദ്ദേഹം അതിന് അഗെയിൻസ്റ്റ് ആയിട്ട് സംസാരിച്ച് ജൈന പണ്ഡിതന്റെ പോയിന്റുകളെല്ലാം തീരും. ഫൈനലി ജൈന പണ്ഡിതൻ ഡിഫീറ്റ് ആയിട്ട് രാധാകൃഷ്ണനാണ് സുപ്രീം എന്ന് അംഗീകരിക്കുകയും അവസാനം അദ്ദേഹം ഓക്കെ, എനിക്ക് ഒരുപാട് നോളേജ് കിട്ടി, പക്ഷെ ഇപ്പൊ സമയം ഇത്രയും നടന്ന സമയത്തേക്ക് എന്ത് പറ്റും, രാത്രി ഈവനിങ് ആയി, സൂര്യാസ്തമയം തുടങ്ങാറായി. അപ്പൊ അദ്ദേഹം പറഞ്ഞു എനിക്കിനി ഇരിക്കാൻ പറ്റില്ല, ഞാൻ പോകണം. അപ്പം ജൈന പണ്ഡിതൻ പോവാനായിട്ട് ഉള്ള തയ്യാറെടുപ്പ് എടുക്കുമ്പോൾ ഇദ്ദേഹത്തിന് പെട്ടെന്നൊരു വിഷമം. കാര്യം എൻ്റെ വീട്ടിൽ വന്ന ഒരു ഗസ്റ്റാണ്, അതിഥിയെ ഞാൻ സൽക്കരിച്ചിട്ടില്ല. അപ്പോ അദ്ദേഹം രാധാകൃഷ്ണന്റെ അടുത്ത് പ്രാർത്ഥിക്കും, കാരണം ഭഗവാന് ഭോഗം ഉണ്ടാക്കി നിവേദിച്ച് ഇദ്ദേഹത്തിനെ സൽക്കരിക്കണം. അപ്പൊ പ്രസാദമൊക്കെ ഓൾമോസ്റ്റ് റെഡിയാണ്, റെഡി ആക്കണം, നിവേദിക്കണം. രാധാകൃഷ്ണന്റെ പ്രസാദം ഇദ്ദേഹത്തിന് കൊടുക്കുകയും വേണം. അപ്പം ഇനിയിപ്പോ സമയമില്ല, ഇനിയിപ്പോ സൂര്യ അസ്തമിക്കും. ഇത് ഇരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നിംബ വൃക്ഷത്തിന്റെ താഴെയാണ് ഇരിക്കുന്നത്. അപ്പോ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാല് രാധാകൃഷ്ണന്മാരോട് പ്രാർത്ഥിച്ചിട്ട് ഇദ്ദേഹത്തിന്റെ ഭക്തി കൊണ്ട് ബാക്കിയുള്ള എല്ലാ സ്ഥലത്തും സൂര്യൻ അസ്തമിച്ചു. പക്ഷെ സൂര്യൻ വന്നിട്ട് ഈ നിംബ ട്രീയുടെ മുകളിൽ വരും. അതാണ് പേര്, നിംബ അർക്ക. അർക്ക എന്ന് വെച്ച് കഴിഞ്ഞാൽ സൂര്യൻ എന്നാണ് പറയുന്നത്. അദ്ദേഹത്തിന് വേറൊരു പേരുണ്ട്, നിംബ ആദിത്യ എന്നുള്ള പേരുണ്ട്. അങ്ങനെ സൂര്യൻ ഈ ഭക്തന് വേണ്ടി വെയിറ്റ് ചെയ്ത് അദ്ദേഹം പ്രസാദം പ്രിപ്പയർ ചെയ്ത് നിവേദിച്ചതിന് ശേഷം ഈ ജൈന പണ്ഡിതന് കൊടുക്കുകയും ജൈന പണ്ഡിതൻ ഭയങ്കര സന്തോഷമാവുകയും അദ്ദേഹം അവിടെ നിന്ന് പോവുകയും ചെയ്യും. അദ്ദേഹം പോയി കഴിയുമ്പോൾ തന്നെ സൂര്യൻ പോകും. അങ്ങനെ ഇതൊരു ഭയങ്കര ഒരു സ്റ്റോറി പറയാനുണ്ട്. നേരത്തെ കാര്യങ്ങൾ പറഞ്ഞു. അടുത്ത് പറയുന്നത് ഈ 4 പേരെന്ന് പറയുന്നത് ഓൾഡസ്റ്റ് പേഴ്സണാലിറ്റി ആണ്. 4 കുമാരന്മാര്, അവരുടെ പേരുള്ള സവിശേഷതകൾ ഓൾറെഡി പറഞ്ഞു. ഈ 4 പേര് ഈ അവതാരം എടുത്ത് നമ്മളെ പഠിപ്പിക്കുന്നത് ഡിവോഷൻ സർവീസ് നോളേജ് ത്രൂ നമുക്ക് ചെയ്യാം, അത് സാഖ്യയോഗം വഴി നമുക്ക് ചെയ്യാന്നുള്ള കാര്യം സാഖ്യയോഗം ഭഗവത്ഗീതയിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. സാഖ്യയോഗം വഴി നമുക്ക് ഭക്തി ചെയ്യാം എന്ന് പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഒരു കാര്യം ഇതിനകത്ത് പറയുന്നത്, ഭഗവത്ഗീതയിൽ ഒരു ശ്ലോകത്തിൽ പറയുന്നില്ല, യസ്വാനുഭാവമഖില ശ്രുതിസാരമേഘം. ആ ശ്ലോകത്തിൽ പറയുന്നത് പോലെ എങ്ങനെയാണോ ശുകദേവ ഗോസ്വാമി ഇവിടെ വന്നിട്ട് വളരെ സിംപ്ലിഫൈ ചെയ്ത് ആ ഭഗവാന്റെ നോളജ് വേദവ്യാസനിൽ നിന്ന് കേട്ടത് ഭയങ്കര സിംപ്ലിഫൈ ചെയ്ത് സ്വീറ്റ് ആയിട്ട് നമുക്ക് ഭാഗവത രൂപേണ തന്നത്, എങ്ങനെയാണോ പ്രഭുപാദ് ആ ഭാഗവതത്തിന് ഗുരുശിഷ്യ പരമ്പര വഴി കിട്ടിയ ഭാഗവതത്തിന് വളരെ സിംപ്ലിഫൈ ചെയ്ത് നമുക്കെല്ലാവർക്കും മനസ്സിലാക്കുന്ന രീതിയിൽ പ്രഭുപാദ് ഇത് തന്നത്, അത് പ്രഭുപാദ് എങ്ങനെയാണ് നമുക്ക് ഭാഗവതം തന്നിരിക്കുന്നത്, ഒരു കോമൺ മാൻ വായിച്ച അയാൾക്ക് മനസ്സിലാവും, ഒരു സയന്റിസ്റ്റ് വായിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ഇന്റലക്ച്വൽ ആയിട്ടുള്ള ആൾ വായിച്ചു കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാവും. അങ്ങനെ അത്രയും സിംപ്ലിഫൈ ചെയ്ത് എങ്ങനെയാണോ തന്നത്, അതുപോലെയായിരുന്നു ഈ 4 കുമാരന്മാർക്കും. ബ്രഹ്മാവിൽ നിന്ന് നോളജ് കിട്ടുന്നു, അവർ ഡയറക്റ്റ് പോയി സംഘർഷനിൽ നിന്ന് ഭാഗവത നോളജ് എടുക്കുന്നു, അവിടുന്ന് അതിനെ സിംപ്ലിഫൈ ചെയ്ത് ഓരോരോ താഴോട്ടുള്ള ഓരോരുത്തർക്കും കൊടുക്കുന്നു. നിംബർക്ക് ആചാര്യന് വന്നിട്ട് വളരെ സിമ്പിളായിട്ടുള്ള കൊടുക്കുന്നു, ഭഗവാന്റെ അടുത്ത് പോകാനുള്ള ആ പരമ്പര തന്നെ റെഡി ആവുന്നുള്ള രീതിയിൽ ആ നോളജ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അടുത്ത് ഇനി വളരെ കുറച്ച് പോയിന്റും കൂടെ ഉള്ളു. ഈ കുമാരന്മാര് എന്തുകൊണ്ടാണ് കണ്ടിന്യൂസ്ലി ബാല്യം എന്നുള്ളത് ഒരു വലിയ സ്റ്റോറി പുറകിലുണ്ട്. മഹാദേവൻ ഒരു ഋഷി വന്നിട്ട് ക്രിയേഷനില്ല ആ സമയത്ത്
ഈ വേദം അന്ന് 3 വേദങ്ങൾ ഉണ്ടായിരുന്നു, അഥർവവേദം ഇല്ലായിരുന്നു. അപ്പോൾ ഒരു ഉം, ആ, സന്യാസി വന്നിട്ട്, അഥർവ എന്നാണ് പേരെന്ന് തോന്നുന്നു, അദ്ദേഹം വന്നിട്ട് ഈ അഥർവവേദം ക്രിയേറ്റ് ചെയ്യുക, അത് ആ നോളേജ് അത് റെഡിയാക്കുകയും മഹാദേവനെ കാണിക്കും. മഹാദേവന്റെ പറയും, "ഇത് ഞാൻ ഇങ്ങനെ ഒരു ഇത് ചെയ്തിട്ടുണ്ട്, ഈ നോളേജ് ഞാൻ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെന്ന് മഹാദേവൻ കാണും. മഹാദേവൻ എന്നിട്ട് അത് അപ്രൂവ് ചെയ്ത് 4ാമത്തെ വേദമാക്കും. അപ്പൊ നോളേജിന്റെ മെയിൻ ആളുകൾ എന്ന് പറയുന്നത് ഇവര് 4 പേരാണ്. ഇവര് 4 പേര് നേരെ എവിടെയാണ് ചെല്ലുന്നത്? മഹാദേവനെ കാണാൻ ചെല്ലും. എന്നിട്ട് ചോദിക്കും, ഇത് എങ്ങനെയാണ് ശരിയായതെന്ന് ചോദിക്കും. ഇത് അഥർവവേദം എങ്ങനെ വരും? 3 വേദമല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞു. മഹാദേവൻ ഇവരും തമ്മിൽ ഡിബേറ്റ് ആവുന്നു. മഹാദേവൻ ഇവരും തമ്മിൽ ഒരുപാട് നേരം തർക്കിച്ചിട്ട്, മഹാദേവൻ എന്ന് പറയുന്നതാണ് ആദ്യത്തെ നോളേജിന്റെ മെയിൻ സോഴ്സ് എന്ന് പറയുന്നത് മഹാദേവനാണ്. അപ്പോൾ ഇവിടെ എന്ത് പറ്റുമെന്ന് വെച്ചാൽ, മഹാദേവന്റെ ഫ്രണ്ടിൽ ഇവർ ഡിഫീറ്റ് ആവും. ഈ 4 പേരും മഹാദേവന്റെ ഫ്രണ്ടിൽ ഈ നോളേജിന്റെ ഡിസ്കഷനിൽ തോക്കുകയും ഇവർ 4 വേദം അംഗീകരിക്കുകയും അവിടുന്ന് ഇവര് ദക്ഷിണ കാണാനായിട്ട് പോവുകയും ചെയ്യുന്നുണ്ട്. ദക്ഷിണ കാണുമ്പോൾ അവിടെ ചെന്ന് പറയും, മഹാദേവനെ ഇങ്ങനെ കണ്ടു, സംസാരിച്ചു, അദ്ദേഹം ഭയങ്കര നോളേജ് ഉള്ള ആളാണ്, നമ്മൾ ആക്ച്വലി മഹാദേവന്റെ ശിഷ്യന്മാരാണെന്ന് പറയും. അപ്പം ദക്ഷിണ മഹാദേവനോട്ട് ഓൾറെഡി കോൺഫ്ലിക്റ്റ് ഉള്ളതുകൊണ്ട് അദ്ദേഹത്തിന് ദേഷ്യം വരികയും ഇവരെ വന്നിട്ട് ശപിക്കുകയും ചെയ്യും. നിങ്ങൾ കുമാരന്മാരായിട്ട് ഇരിക്കണം. ഇങ്ങനെയാണ് ഞാൻ കേട്ടത്. ഇതിൽ എന്തെങ്കിലും കറക്ഷൻ ഉണ്ടെങ്കിൽ നമുക്ക് വരുന്ന ഇതിൽ നോക്കാം. അപ്പോൾ ഇങ്ങനെ ശപിക്കുകയും ഇവർ കുമാരന്മാരായിട്ട് ഇരിക്കുകയും ചെയ്യും. അത് പക്ഷേ അനുഗ്രഹം പോലെയാണ്. ഇവർ വലിയ 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 സന്യാസിമാരാണ്, പക്ഷെ അവര് അതിനുശേഷം എപ്പോഴും കുഞ്ഞു കുമാരന്മാരായിട്ട് തന്നെ ഇരിക്കും. കുട്ടികളുടെ പ്രത്യേകത എന്താണ്? കുട്ടികളുടെ പ്രത്യേകത ഡ്രസ്സ് പോലും ഇല്ല, കൊച്ചുകുട്ടികളാണ്. കൊച്ചുകുട്ടികൾ കുമാരന്മാരാകുമ്പോൾ എന്താണ്, അവർക്ക് സ്ത്രീയെന്നോ പുരുഷനെന്നോ ഡിഫറൻസ് ഇല്ല. അവർക്ക് കാശുള്ള ആളോ പാവപ്പെട്ടവനോ പണക്കാരനോ ഡിഫറൻസ് ഇല്ല. സുഖം ദുഃഖം വിഷയമല്ല. കൊച്ചുകുട്ടികൾ നമ്മൾ നോക്കാം, അവരങ്ങനെ എന്തെങ്കിലും ഡിഫറൻസിയേഷൻ അവർ കാണിക്കാറുണ്ടോ? അങ്ങനെയുള്ള ഒരു ഡിഫറൻസിയേഷൻ, വളരെ കുഞ്ഞു കുട്ടികളാണെങ്കിൽ ഒരു ഡിഫറൻസിയേഷൻ കാണിക്കാറില്ല. അവർക്ക് മെറ്റീരിയൽ, ഇപ്പൊ ഇവിടെ പറയുന്ന കുമാരന്മാർക്ക് അതുകൊണ്ട് തന്നെ അവർ ലോകം മുഴുവൻ സഞ്ചരിക്കും. അവർക്ക് മെറ്റീരിയൽ അറ്റാച്ച്മെന്റേ ഇല്ല. ഇവിടെ അതുപോലെ തന്നെ ഇവിടെ ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്. മെയിനായിട്ട് അവർ പഠിപ്പിച്ചൊരു കാര്യങ്ങളിൽ ഡിറ്റാച്ച്മെന്റ് ഫ്രം ദ മെറ്റീരിയൽ തിങ്സ് ആൻഡ് അറ്റാച്ച് ടു ദ സുപ്രീം പേഴ്സണാലിറ്റി ഓഫ് ഗോഡ്. ഭൗതിക കാര്യങ്ങളിൽ നിന്നെല്ലാം നമ്മൾ ഡിറ്റാച്ച് ആയിട്ട് നമ്മൾ ആധ്യാത്മിക കാര്യങ്ങൾ, ഭഗവാനുമായിട്ട് നമ്മൾ കൂടുതൽ അറ്റാച്ച് ആവണം എന്നാണ് പറയുന്നത്. അങ്ങനെ അതിനുശേഷം അവിടെ നിന്ന് പിന്നെ അവർ വൈകുണ്ഠത്തേക്ക് പോവുകയാണ് ഭഗവാനെ കാണാനായിട്ട്. ഭഗവാനുള്ള നോളേജ് എല്ലാം കിട്ടി, ഇനി ഭഗവാനെ കാണണം, ഭഗവാൻ എങ്ങനെയാണെന്ന് അറിയണം. അതുവരെ അവർക്ക് ഉള്ളത് ബ്രഹ്മൻ നോളേജ് ആണ്. അങ്ങനെ ഭഗവാനെ കാണാനായിട്ട് പോവും, വൈകുണ്ഠത്തിലേക്ക് പോവുകയും വൈകുണ്ഠത്തിന്റെ 6 ഗേറ്റുകൾ അവർ ക്രോസ് ചെയ്യുകയും 7ാമത്തെ ഗേറ്റിൽ വെച്ചിട്ട് വിജയന്മാർ കാണുകയും ഇവരെ തടസ്സപ്പെടുത്തി. അവിടെ നിന്നാണ് ഈ കംപ്ലീറ്റ് നമ്മളെല്ലാം ഇങ്ങനെ ഇരിക്കുന്നതിന്റെ റീസൺ എല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു സൈഡിൽ നിന്ന് അവിടെ നിന്നും കൂടെയാണ്. അപ്പോൾ ഈ വിജയന്മാർ അവരെ കയറ്റിവിടാതിരിക്കുകയും, അപ്പോൾ അവർ ചോദിക്കും, ഭഗവാൻ നിങ്ങൾ എന്തിനാണ് നമ്മളെ തടസ്സപ്പെടുത്തുന്നത്? ചിലപ്പോൾ നമുക്കും പറ്റാറുണ്ട്. ചില ഡിവോട്ടീസിന്റെ അപ്പിയറൻസ് വെച്ചിട്ട് നമ്മൾ ചിലപ്പോൾ നമ്മൾ പറയാം, അദ്ദേഹം എത്ര പ്യുവർ അല്ല, അദ്ദേഹം ഭയങ്കര കിടലൻ ഡിവോട്ടി അല്ല എന്നൊക്കെ നമ്മൾ പറയും. നമ്മൾ ചിന്തിച്ചു പോവാം. പക്ഷെ ഇവിടെ പറയുന്നത് അങ്ങനെ ചിന്തിക്കാൻ പാടില്ല. കാരണം വിജയന്മാർക്ക് പറ്റിയ അബദ്ധം ഇതാണ്. കൊച്ചുകുട്ടികളാണ്, ഡ്രസ്സ് പോലും ഇല്ലാതെ ഈ കൊച്ചുകുട്ടികൾ നിങ്ങൾ എന്തിനാണ് ഇവിടെ വന്നതെന്നുള്ള രീതിയിൽ അവരെ തടയുകയാണ് ചെയ്തത്. അപ്പൊ അങ്ങനെ ഒരു ബിഹേവിയർ വരാൻ പാടില്ലായിരുന്നു. അങ്ങനെ അതിനുശേഷമാണ് എന്ത് പറ്റുന്നത്, ഇവർ ശപിക്കുകയും നിങ്ങൾ ഭഗവാന്റെ അടുത്ത് നിന്നിട്ട് ഇങ്ങനെ വരും, ഭഗവാനായിട്ട് മാറി നിൽക്കണം എന്നുള്ള ഇത് കിട്ടുകയും ചെയ്യുന്നത്. അതിനുശേഷം പിന്നെ അവർ മാപ്പപേക്ഷിക്കുകയും അങ്ങനെ ഒരു സ്റ്റോറിയോടെ നടക്കുന്നത്. ആ സമയത്താണ് ഭഗവാൻ ഓടി വരുന്നത്. ഇത് അറിഞ്ഞിട്ട് ഭഗവാൻ വരുമ്പോ അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഇവർ ആദ്യമായിട്ട് ഭഗവാനെ കാണുന്നത്, അതുവരെ ഇവർക്ക് ബ്രഹ്മൻ നോളജ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഭഗവാനെ കാണുന്നതോട് കൂടി ഭഗവാൻ ദൂരെ നിന്ന് വരാൻ നേരത്തെ ഭഗവാന്റെ കമ്മല് തിളങ്ങുന്നതാണ് കാണുന്നത്. അത് പറയുന്നത് ഭഗവാന്റെ കവിളില് ആ ഷൈനിങ് കൊണ്ടിട്ട് കമ്മല് തിളങ്ങുന്നതാണ്. കമ്മലല്ല ആക്ച്വലി തിളങ്ങുന്നത്, ഭഗവാന്റെ കവിള് ആ പ്രഭയിലാണ് കമ്മല് തിളങ്ങുന്നത് പറയുന്നുണ്ട്. ഭഗവാനെ കണ്ടിട്ട് ഇവർ അമേസ്ഡ് ആയിപ്പോവും. കാരണം അതുവരെ ഉണ്ടായിരുന്ന ഇവരെ നോളേജിൽ നിന്നും ആ ടേസ്റ്റ് നിന്നും ഭയങ്കര വലുതാണ്. കാർവർണ്ണനാണ് ഭഗവാൻ. ഭഗവാന്റെ മുടി കാണുന്നുണ്ട്, ഭഗവാന്റെ കിരീടം കാണുന്നുണ്ട്, ഭഗവാന്റെ കിരീടത്തിൽ വജ്രങ്ങളും രത്നങ്ങളും ഇരിക്കുന്നുണ്ട്. ഇവിടെ പറയുന്നുണ്ട്, ഭഗവാന്റെ കളർ പറയുന്നുണ്ട്, ബ്ലൂയിഷ് കളർ എന്ന് പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഭഗവാൻ വന്നിട്ട് കഴുത്തിലൊരു മുതലയുടെ പോലത്തെ ചെറിയൊരു രൂപമുള്ളൊരു മാല ഇട്ടിട്ടുണ്ട് ഭഗവാൻ. മഞ്ഞ കളർ പീതാംബരം ഉടുത്തിട്ടുണ്ട് ഭഗവാൻ ഒരു മാല, ഒരു വലിയ നല്ല ഗാർലൻ മാല ഇട്ടിട്ടുണ്ട്. ആ മാലയിൽ വന്നിട്ട് ബംബിൾ ബീസ് ഇങ്ങനെ വണ്ടുകൾ ഇങ്ങനെ പറക്കാൻ ശ്രമിക്കുകയാണ് നാലുവിട്ട്. അത്ര ഫ്രഷ് ആയിട്ടുള്ള മാലയാണ് ഭഗവാൻ ഇട്ടിരിക്കുന്നത്.
അത് കഴിഞ്ഞിട്ട് ഒരു കൈ വന്നിട്ട് ഗരുഡന്റെ തോളിൽ ഇങ്ങനെ ഭഗവാൻ ഇങ്ങനെ കൈ വെച്ചിരിക്കുകയാണ്. ഒരു കൈയിൽ ഒരു താമര ഇങ്ങനെ ഭഗവാൻ ഇങ്ങനെ പിടിച്ചിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം കണ്ട് ഇവർക്ക് പല ഡിഫറെന്റ് ഭാവങ്ങൾ ഈ 4 കുമാരന്മാരുടെയും മുന്നിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവര് ഭഗവാനിൽ ഭയങ്കര അറ്റാച്ച്ഡ് ആവുന്നു. പിന്നെ ബാക്കി സ്റ്റോറി അങ്ങോട്ട് പോകുന്നു. പക്ഷെ 4 കുമാരന്മാർ ബേസിക്കലി കംപ്ലീറ്റ് ആയിട്ട് പഠിപ്പിച്ച കാര്യങ്ങൾ എന്ന് പറയുന്നത് മെറ്റീരിയൽ കാര്യങ്ങളിൽ നിന്ന് നമ്മൾ മാക്സിമം അകന്ന് നിൽക്കുകയും കംപ്ലീറ്റ് ആയിട്ട് അകന്ന് നിൽക്കുകയും സ്പിരിച്വൽ കാര്യം ഭഗവാൻ രാധാകൃഷ്ണനിൽ നമ്മൾ കൂടുതൽ അടുക്കുകയും വേണമെന്നാണ് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ, കേൾക്കാമോ? ഹരേ കൃഷ്ണ, ഓഡിബിൾ ആണോ അറിയാൻ പറ്റുന്നില്ല. ഹരേ കൃഷ്ണ പ്രഭു, കേൾക്കാം. വളരെ നല്ല ക്ലാസ്. ഡീപ്പ് ആയിട്ടുള്ള ഹരേ നോളജ് പ്രഭു നല്ല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്തു. കേൾക്കാം താങ്ക് യു ബ്രോ, പ്രഭു. കേൾക്കാം ഹരേ കേൾക്കാം കൃഷ്ണ, ബ്രോ. ഹരേ കൃഷ്ണ. ക്ഷമിക്കണം, ഭയങ്കര ടഫ് ക്ലാസ് ആണ് ബ്രോ. ശ്ലോകത്തിൽ കുറച്ച് ഒരു ചെറിയൊരു കൺഫ്യൂഷൻ വന്നു. ഞാൻ 6ാമത്തെ ശ്ലോകമാണ് നോക്കിയത്, 5ാമത്തേതായിരുന്നു. 5ാമത്തേതിൽ ഒരുപാട് ക്ലാസ് എടുക്കാനുണ്ട്. നമുക്കത് കവർ ചെയ്യാൻ നോക്കാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. എന്തെങ്കിലും ചക്രപ്രഭു, ഗംഭീരമായ ക്ലാസ്, വളരെ നന്നായിരുന്നു. നല്ല അറിവ്, പുതിയ ഒരുപാട് അറിവ് നമുക്ക് കിട്ടി. അപ്പൊ ഇനിയും പ്രഭുവിന് പറയാനുണ്ടെങ്കിൽ വരുന്ന തിങ്കളാഴ്ച പ്രഭു ഒരു ക്ലാസ് കൂടെ എടുക്കണം പ്രഭു. ചൊവ്വാഴ്ച ഉണ്ട്, തിങ്കൾ എടുത്തോളൂ പ്രഭു. നോക്കാം ബ്രോ, നോക്കാം. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭു. വളരെ സന്തോഷം. ഹരേ കൃഷ്ണ. നന്നായിരുന്നു, വളരെ നല്ല ക്ലാസ്. ഹരേ കൃഷ്ണ. കൃഷ്ണകൃപ, ഗുരുകൃപ. എല്ലാവരും ദയവായി നമ്മുടെ വൃന്ദാവനേശ്വരി മാതാജിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ നമുക്ക് ഇന്നലെ ആനസര പ്രഭു ഇട്ട മെസ്സേജ്, പ്രഭുവിന് വേണ്ടിയിട്ട് എല്ലാവരും പ്രാർത്ഥിക്കുക. നമ്മളിപ്പം ഞാൻ ഫൈനലി ഒന്ന് കൺക്ലൂഡ് ചെയ്യാം. നമ്മളെ കൂടെ ഉണ്ടായിരുന്ന ഡിവോട്ടീസ്, അല്ലെങ്കിൽ നമ്മളെ ശിക്ഷാഗുരുക്കന്മാർ, അല്ലെങ്കിൽ നമ്മുടെ വളരെ അടുത്തുണ്ടായിരുന്ന ആളുകൾ, വളരെ എന്താ പറയുക, യങ് ഏജിൽ എന്ന് പറയാം, അല്ലെങ്കിൽ മധ്യവയസ്ക ഏജിൽ നമ്മൾ ആരും പ്രതീക്ഷിക്കാതെ തന്നെ ശരീരം ഉപേക്ഷിച്ച് പോകുന്നുണ്ട്. ഞാൻ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെ റിലേഷൻ വെച്ച് പറഞ്ഞാൽ എൻ്റെ അപ്പച്ചിയുടെ മകള് 43 സംതിങ് മരണപ്പെട്ടു. എൻ്റെ ശിക്ഷാഗുരു 43 മരണപ്പെട്ടു. എൻ്റെ വീട്ടിൽ പണി ചെയ്തുകൊണ്ടിരുന്ന മെയിൻ മേശ്ശേരി 53 വയസ്സായിട്ടുള്ളൂ, അദ്ദേഹം മരണപ്പെട്ടു. 4 ചുറ്റും നമുക്കിപ്പോൾ കാണാൻ പറ്റുന്നത് ആളുകൾ ശരീരം ഉപേക്ഷിക്കുന്നുണ്ട്. മഹാരാജ് നമ്മളെ പഠിപ്പിച്ചൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പോകേണ്ടതുണ്ട്. വി ഹാവ് ടു ലീവ്. ഒരു ദിവസം നമുക്കും പോകേണ്ടതുണ്ട്. അത് എന്നാണെന്ന് അറിയത്തില്ല. ഏത് നിമിഷം നമുക്ക് ശരീരം ഉപേക്ഷിക്കേണ്ടി വരും. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു കാര്യം, ഭഗവാന് നമുക്ക് സ്മരിച്ചിട്ട് നമുക്ക് ശരീരം ഉപേക്ഷിക്കാൻ പറ്റും. അന്ത്യകാലേജമാവിയ സ്മരൺ മുക്താക്കളെ വരാം. അതിനുള്ള പ്രോസസ്സാണ് നമ്മൾ ഡെയിലി ഈ ഭാഗവതം ചെയ്യുന്നത്. അതുകൊണ്ട് ദയവ് ചെയ്ത് ആരും ഈ 8 to 8:45 എന്നുള്ള ഈ സമയത്ത് ഭാഗവത ക്ലാസ് മിസ് ചെയ്യരുത്. അതൊരു വലിയ നഷ്ടമായി മാറും. നമ്മൾ ഈ ഭഗവാൻ പറയുന്നത് സ്വല്പ അല്പസ്യ ധർമ്മസ്യ ത്രായുധോ മഹതോദ്ഭയ. ആ ചെറിയൊരു എഫേർട്ട്, നമ്മൾ ഈ ചെയ്യുന്ന എഫേർട്ട് ചെറിയ എഫേർട്ടല്ല, വലിയൊരു എഫേർട്ടാണ്. അതുകൊണ്ട് മാക്സിമം ഡിവോട്ടീസ് ഈ ക്ലാസ് മിസ്സാവാതെ നോക്കുക. കൂടുതൽ ആളുകൾ ക്ലാസ് എടുക്കാനായിട്ട് വരിക. ഈ ക്ലാസ് ബ്രേക്ക് ആവാതിരിക്കാനായിട്ട് എല്ലാവരും ശ്രമിക്കുക. ഹരേ കൃഷ്ണ. താങ്ക് യു ബ്രോ. ഹരേ കൃഷ്ണ. ക്ലോസ് ചെയ്യാം ബ്രോ. ഹരേ കൃഷ്ണ പ്രഭുജി, പ്രണാമം. ഹരേ കൃഷ്ണ. നല്ല ക്ലാസ്. നിമ്പർക്കാചാര്യന്റെ പേരിനെ പറ്റി ആദ്യമായിട്ടുള്ള ഒരു അറിവാണ് കേട്ടോ. അത് ഭയങ്കര നല്ല ഇതായിരുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. പ്രഭു ക്ലോസ് ചെയ്യാൻ കഥാ പ്രഭു. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും കമന്റ്സ് ഉണ്ടെങ്കിൽ കേൾക്കാം, ഇല്ലെങ്കിൽ നമുക്ക് ക്ലോസ് ചെയ്യാം പ്രഭു. സമയം കൂടുതലായി, ക്ഷമിക്കണം. ഹരേ കൃഷ്ണ പ്രഭു. താങ്ക് യു പ്രഭു. ഹരേ കൃഷ്ണ.